വീണ്ടും ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ല, ഫ്ലെയിമിംഗ് തിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. അപ്പോൾ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ് എന്ന ഒരു ചാനൽ നമുക്ക് ഉണ്ട് കേട്ടോ. അത് നേരത്തെയുള്ള ചാനലാണ്. അപ്പോൾ ടെക്ക് ചാനലാണ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇടയ്ക്ക് ഞാൻ പറയുമ്പോൾ അറിയാതെ അത് വന്നു പോവുകയാണ്. അപ്പോൾ നമുക്ക് അതല്ല വിഷയം. അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമ ഞാൻ കണ്ടു ഇന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഒരു ലൈക്ക് കൊടുക്കാം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബ് ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനാകും, ഓപ്പൺ ചെയ്യാനും ആകും. അപ്പോൾ ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് നടൻ സമുദ്രക്കനി ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ നൂറ്റാണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു സിനിമ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ലേശം ഓവറല്ലേ, ഓവർ ഹൈപ്പാണത്. അപ്പം ഞാൻ ഈ സിനിമ പോയി കണ്ടിട്ട് വന്നതിന് ശേഷവും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ടാലൻ്റ് ഉള്ളവർ ഡയറക്റ്റ് ചെയ്ത് നല്ല കഥയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇതേപോലത്തെ സിനിമകൾ ഇനിയും ഉണ്ടാകും, ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഈ സിനിമ ഞാൻ പോയി കണ്ടിട്ട് വന്നപ്പോൾ എനിക്ക് സമുദ്രക്കനി പറഞ്ഞതോട് അനുബന്ധിച്ച് ഒരു കാര്യം സാക്ഷ്യപ്പെടുത്താനുണ്ട്. ഈ സിനിമ പോലത്തെ ഒരു സിനിമ ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അത് സത്യമാണ്. എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. പല സിനിമകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ട്. ഈ സിനിമയിൽ കുറവ് എന്ന് പറഞ്ഞൊരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രേക്ഷകനും ആവില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ മേക്കിങ്ങിലുള്ള ഒരു വിഷയം. അപ്പോൾ ഇതിൻ്റെ കഥ, തിരക്കഥയൊക്കെ ചെയ്ത് ഇതിൻ്റെ ഓരോ സീനും ഓരോ ഡയലോഗും ചെയ്തിരിക്കുന്നത് ഈ സിനിമയുടെ ഡയറക്ടറും റൈറ്ററുമായ അഭിഷാൻ ജീവിന്ദ് എന്ന ഒരു അത്ഭുത ഡയറക്ടർ, ഒരു കഥാകൃത്താണ് എന്ന് വേണം പറയാൻ. അദ്ദേഹം ഓരോ സീനും ചെത്തി 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 മിനുക്കി മേക്ക് ചെയ്തിരിക്കുന്ന സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. അപ്പോൾ ഈ സിനിമയിൽ ഓരോ സീനിലും ഓരോ ഡയലോഗ്, അതായത് ചെറിയ ഡയലോഗ് എന്നില്ല, വലിയ ഡയലോഗ് എന്നില്ല, ഓരോ ഡയലോഗിലും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് അതിലുണ്ട്. അതായത് ആശയപരമായിട്ടാകാം, അല്ലെങ്കിൽ ഇമോഷണലി കണക്റ്റ് ആകുന്നതാകാം. ഈ സിനിമയിൽ ഒരുപാട് ഡയലോഗുകളും ഇവരുടെ അഭിനയമൊക്കെ നമ്മളെ ഇമോഷണലി അങ്ങോട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ കോമഡി, ഈ സിനിമ മുഴുവൻ കോമഡിയാണ്. ഓരോ ഡയലോഗിലും കോമഡിയാണ്. ശരിക്കും ഈ സിനിമ സ്ത്രീകൾ പോയി കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞിട്ടേ വരുള്ളൂ. ഉള്ളുകൊണ്ടെങ്കിലും കരയാതെ തിയേറ്ററിൽ നിന്ന് ആരും പുറത്തേക്ക് വരില്ല. അമ്മാതിരി മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമ. ഇതിൽ വേസ്റ്റ് എന്ന് പറയാൻ ഒരു സീന് പോലും, ഒരു ഡയലോഗ് പോലും പ്രേക്ഷകർക്ക് പാഴാകുന്നില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഈ ഡയറക്ടറിൻ്റെ ആ ഒരു ഡയറക്ഷനും ആ കഥയുടെയും മികവ്. അത് നിങ്ങളും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാം. ഈ സിനിമയിൽ ശരിക്കും ഇത് നിയമത്തിന് വിരുദ്ധമായ, അതായത് നിയമത്തിന് എതിരായ ഒരു ഫാമിലിയുടെ ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത്. ശരിക്കും മോദി സർക്കാർക്ക് ഇതൊരു ചോദ്യചിഹ്നമാണ്. സർക്കാരിന് ഇങ്ങനെയും ഉള്ള കുടുംബങ്ങളുണ്ട്, അവരുദ്ദേശിക്കുന്ന കാര്യത്തിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ടൂറിസ്റ്റ് ഫാമിലി. ഇനി കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എം ശശികുമാർ, അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഒരു കഥാപാത്രം തന്നെയാണ്. ഒരു ധർമ്മദാസ് എന്ന ഒരു നായക കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. നല്ലൊരു കുടുംബസ്ഥൻ്റെ റോളാണ്. അതേപോലെ ആവേശം സിനിമയിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് കഥാപാത്രത്തെ ചെയ്ത മിഥുൻ ജെ ശങ്കർ കക്ഷി ഇതിലുണ്ട്. ഒരു പയ്യനാണ്. അത് ധർമ്മദാസിൻ്റെ മകനായിട്ട് ഒരു നല്ല കഥാപാത്രത്തെ ആ പയ്യന് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല കഥാപാത്രം, അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൽ കമലേഷ് ജഗൻ എന്നൊരു കുട്ടി പയ്യനുണ്ട്. ആ കുട്ടീസ് ചെയ്യുന്ന പിക്ചർസ് കാണുമ്പോൾ ആർക്കാ ചിരി വരാതിരിക്കുക? അമ്മാതിരി അഭിനയമാണ് ആ പയ്യൻ. ചെറിയ പയ്യനാണ്. അവൻ്റെ ആ ഒരു ടാലൻറ്റ് കണ്ടിട്ട് അതിശയം തോന്നുകയാണ്. വളരെ പ്രസന്നമായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ചിരിപ്പിക്കുന്നുണ്ട് ആ പയ്യൻ. അതേപോലെ വാസന്തി എന്ന കഥാപാത്രത്തെ സിമ്രനാണ് ചെയ്തിരിക്കുന്നത്, അതായത് ധർമ്മദാസിൻ്റെ ഭാര്യയായിട്ട്.
അപ്പോൾ സിമ്രൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് ഈ ഒരു കഥാപാത്രം. അവരുടെ ജീവിതത്തിലെ തന്നെ ഒരു നാഴികക്കല്ലാണ് ഈ ഒരു കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യർ കുറേ സിനിമകൾ ചെയ്ത് അവർ കുറേ കാലം സിനിമയിൽ വരാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു സിനിമയിൽ വന്നു. ആ സിനിമ വൻ ഹിറ്റായിരുന്നു. അതേപോലെ തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം സിമ്രൻ ഇപ്പോൾ സിനിമകളിൽ കാണുന്നു. അപ്പോൾ ഗുഡ് ബാഡ് അഗ്ലിയിൽ അവരുണ്ട്, പക്ഷെ അതൊരു വലിയ സുഖമുള്ള കഥാപാത്രമൊന്നും അല്ല. അത് വേറൊരു സിനിമയിലത്തെ കഥാപാത്രത്തെ അങ്ങനെ ആ സിനിമയിൽ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതിലങ്ങനെയല്ല, നല്ലൊരു കഥാപാത്രമാണ് കേട്ടോ. നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികൾ എങ്ങനെയാണ് അതുപോലത്തെ ഒരു കഥാപാത്രമാണ് സിമ്രൻ ചെയ്തിരിക്കുന്നത്. പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല കഥാപാത്രം. ഇങ്ങനെ ഒരു കഥാപാത്രം അവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. നല്ല കഥാപാത്രം. പിന്നെ യോഗി ബാബു, അദ്ദേഹം പല സിനിമകളിൽ ഇപ്പോൾ ഉണ്ടെങ്കിലും മുഴുവനായിട്ടുമില്ല. അങ്ങനെ ഇപ്പോൾ ഗുഡ് ബാഡ് അഗ്ലി തന്നെ ഒറ്റൊരു ഡയലോഗ് മാത്രം പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ്. ഈ സിനിമയിൽ അങ്ങനെയല്ല, മിനിറ്റിന് മിനിറ്റ് അദ്ദേഹം ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം ചെയ്യുന്ന വെറുതെ ഒരു സീനിൽ അദ്ദേഹം വെറുതെ ഇങ്ങനെയൊക്കെ തലയൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. കാണിച്ചിട്ട് പോകുമ്പോൾ തന്നെ ചിരി വരികയാണ്. അതിൽ കുറേ നമുക്ക് ചിന്തിക്കാനുണ്ട്. അതുപോലെയാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നു. അതേപോലെ ഇളങ്കോ കുമരവേല്, MS ഭാസ്കർ, അതുപോലെ രമേശ് തിലക്, ഇവരൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നവരാണ്. നല്ല വേഷങ്ങൾ അവർക്ക് ഇതിൽ ലഭിച്ചിരിക്കുന്നത്. ഇവർ മാത്രമല്ല, ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രവും വേസ്റ്റാകാത്ത നല്ല കഥാപാത്രങ്ങളെയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് എനിക്ക് ഈ സിനിമ കാണുമ്പോൾ ഞാൻ അന്തം വിട്ടുപോയത്. അതാണ്, ഓരോ സീനിലും ചിരിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, അതേപോലെ നമ്മളെ കരയിപ്പിക്കുന്നു. എങ്ങനെ ഇത് സാധിച്ചു ഇങ്ങനെ ഒരു കഥ എഴുതാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ സിനിമ ഫാമിലി ആയിട്ട് തന്നെ പോയി കാണുക കേട്ടോ. ഫാമിലിയായി പോയി കാണാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല, കാണേണ്ട കാര്യങ്ങളേ ഉള്ളൂ ഫാമിലിയായിട്ട് പോയി കാണാൻ. നിങ്ങൾ ഫാമിലിയായി പോയി കാണുമ്പോൾ നിങ്ങളിലുള്ള ആ ഫാമിലിയിലെ അംഗങ്ങളെയൊക്കെ ഈ സിനിമയിലെ ആ കുടുംബത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഈ സിനിമയുടെ ഒരു രസം. ഒരു പക്ഷേ ആ അംഗങ്ങളെല്ലാം തന്നെ നിങ്ങളെല്ലാം ആയിരിക്കാം. അങ്ങനത്തെ ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ 100 അല്ല 101% നിങ്ങൾക്ക് നഷ്ടമാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.